ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. സമയം 6:45 എന്നും വെളുപ്പിന് എഴുന്നേക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഇത്തിരി സമാധാനത്തിൽ ഒന്ന് എഴുന്നേക്കാന്ന് കരുതി. അതുകൊണ്ട് എനിക്കിന്ന് 9 മണിയാകുമ്പോഴത്തേക്കിന് പോയാൽ മതി. അതുകൊണ്ട് കുറച്ചൊന്ന് സമാധാനമായിട്ട് എഴുന്നേക്കാന്ന് കരുതി. കുറച്ച് നാളായി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഒന്ന് ബ്രേക്കായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, എക്സാമിന്റെ നല്ല തിരക്കായിരുന്നു. പോർഷൻസ് കവർ ചെയ്യാനെ കൊണ്ടും പിന്നെ എക്സാമുകളും പിന്നെ അതിന്റെ എല്ലാം പേപ്പർ നോട്ടും ഒക്കെ ആയിട്ട് പലപ്പോഴും ഒരുപാട് രാത്രിയൊക്കെ ആവും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ. അപ്പം ഒരു മൂഡില്ലായിരുന്നു സത്യം പറഞ്ഞ വീഡിയോ എടുക്കാനെ കൊണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഒന്ന് ബ്രേക്കായി കിടന്നത്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വീണ്ടും തുടങ്ങാം. കുറെ ദിവസമായി മടി പിടിച്ചിരുന്നാൽ പറ്റത്തില്ലല്ലോ. 12-ാം തീയതി വരെ എക്സാം തീരുന്നവരെ നമുക്ക് നല്ല തിരക്ക് തന്നെയാണ്. ഇന്നിപ്പോ റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ റിവിഷൻ ക്ലാസ് 9 മണിക്ക് ചെന്നാൽ മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ച് എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു ചോറൊക്കെ വെക്കാൻ സമയമുണ്ടെങ്കിൽ വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം. കാരണം എപ്പോഴും ഇങ്ങനെ ചെയ്തും ഓടി എനിക്കങ്ങ് വയ്യ, ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് അങ്ങ് കിടന്നതാണ്. അങ്ങനെ 6:45 നമുക്ക് പതുക്കെ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വായോ. ചോറ് വെക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ കരുതി എന്നാൽ അങ്ങ് കുക്കറിനകത്ത് കുറച്ചങ്ങ് വെച്ചേക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വെള്ളം അടുപ്പിലേക്ക് വെച്ചു. അരി കഴുകിയും വെച്ചു. എന്നിട്ട് ബ്രഷ് ചെയ്യാന്ന് കരുതി. ബ്രഷ് ചെയ്തിട്ട് ആദ്യം ഉറക്കമൊന്ന് പോണമല്ലോ. ബ്രഷ് ചെയ്തങ്ങ് മുഖം കഴുകിയിട്ട് ബാക്കിയൊക്കെ പതുക്കെ ചെയ്യാമെന്ന് കരുതി. എന്തായാലും 8 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ കുളിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് മാവിരിപ്പുണ്ട്, അത് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ വേഗം അത് അടുപ്പയിലോട്ട് വെച്ചിട്ട് പോയി കുളിക്കാമല്ലോ. ചോറ് അവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പോവുകയും ചെയ്യാം. ഇതാണ് ഉദ്ദേശം. ശരിക്കും കുറെ ദിവസം കൊണ്ട് ചോറൊക്കെ എങ്ങനെയും വെക്കും. പിന്നെ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂട്ടിയാണ് ഭക്ഷണം കഴിപ്പൊക്കെ ഇപ്പം. കാരണം എന്തോ സത്യം പറഞ്ഞാൽ ഇരുന്ന് കഴിക്കാൻ വന്ന് ഉച്ചയ്ക്ക് വന്ന് ചിലപ്പം കഴിക്കും, ചിലപ്പോൾ അങ്ങ് ഇല്ലെങ്കിൽ അങ്ങ് പോകും. ഈ പിള്ളേരുടെ പരീക്ഷ ആയതിനു ശേഷം ഇങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ ആണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഭയങ്കരമായിട്ട് പനിയൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോവും, ട്രിപ്പൊക്കെ ഇട്ട് കിടക്കും. അങ്ങനെയായിരുന്നു ഒരു 2-3 ദിവസം. അങ്ങനെയൊക്കെയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇങ്ങനെ എടുക്കാനൊന്ന് മടിച്ചത്. ഇന്നെന്തോ അങ്ങ് തോന്നി രാവിലെ എഴുന്നേറ്റപ്പം എന്നും ഇങ്ങനെ ഇടാതിരുന്നാലോ എന്ന്. പിന്നെന്തായി, ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. അതായത് മുറ്റം ചെത്തി വരാനുണ്ട്, തൂക്കാനുണ്ട്, വീട് വലയടിക്കാനുണ്ട്, കഴുകാനും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. 12-ാം തീയതി വരെ തിരക്കാണ്. ഈ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ അത് ഇട്ടില്ലെന്നേ ഉള്ളൂ. അതൊക്കെ പതുക്കെ വരും. സമയം കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് വരും. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്, വല്ലയ്യ. അപ്പൊ അങ്ങനെ പിന്നെന്താണ് വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നാലേ ഇപ്പൊ തന്നെ 7 മണി ആയിട്ടുണ്ട്. പോയി ആദ്യം 8 മണിക്കകത്ത് നമുക്ക് ഒരുമാതിരി ജോലികളെല്ലാം തീർക്കണം. ജോലി മീൻസ് കാപ്പിയാക്കണം, കുളിക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പോ കുളിക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്തേക്ക് ഫോൺ ചാർജിലിടണം. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കഴിക്കാനുള്ളത് അടുപ്പയിലൊക്കെ ആക്കിയിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ അതുമാകും ഇതുമാകും, 2 കാര്യം. എങ്ങനെയുണ്ട്? അപ്പൊ എന്നിട്ട് അത് ചെയ്യാം. ഞാനൊന്ന് ഫോൺ ചാർജിലിടട്ടെ. മിക്കപ്പോഴും ചാർജ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പൊ കുറച്ച് ദിവസം ഇവിടെ കറണ്ട് ഇല്ല പകലൊന്നും. അപ്പം ഇപ്പൊ കുത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ, ചാർജ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ചാർജിലിടണം. ഓക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പോയിട്ടാണ് കുളിച്ചത്. ഇപ്പൊ 8:09 ആയിട്ടുണ്ട്. നമുക്കൊരു 8:15 ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നത്. നടക്കത്തില്ല. 8:10 ഇപ്പൊ തന്നെ. 8:09, 8:10 ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഡ്രസ്സൊന്ന് മാറണം. ഏകദേശം റെഡിയൊക്കെ ആയി കഴിഞ്ഞു. പുരികം ത്രെഡ് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ കല്യാണം വരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോഴത്തേക്കിനും ചെയ്യാന്ന് കരുതിയിട്ടാണ്. അപ്പം അതുണ്ട്. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ചായ അടുപ്പേ വെച്ചിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ ചായയും കുടിച്ചിട്ട് ഇറങ്ങണം വേഗം. നല്ലൊരു നടപ്പുണ്ട്. അതിന് 2 കിലോമീറ്ററോളം നടപ്പുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. അതാണ് ഒക്കാത്തത്. അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിൽ ഏതെങ്കിലും ഒരു കാലിയോട്ട് വണ്ടിയൊന്നും കിട്ടത്തുമില്ല ആവശ്യമുള്ളപ്പം.
അപ്പം എന്തായാലും ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങണം. ഓക്കെ, നമ്മൾ ധൃതി വെച്ച കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിച്ചിട്ട് വേഗം ഇറങ്ങണം. ദോശ, അയ്യോ ഇഡലിയും ചമ്മന്തി. എനിക്ക് ദോശ തന്നെ വായി വരത്തുള്ളൂ. ഇഡലിയും ചമ്മന്തി. അപ്പോൾ കുറച്ച് നാളുകൊണ്ട് ദോശ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ദോശ എന്ന് വരുന്നത്. വേഗം ഇറങ്ങണം കഴിച്ചിട്ട്. ഞാനെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പോകാനായിട്ട്. 8:31 എപ്പോൾ അങ്ങ് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 9:05 കയറണം. എത്രയും വേഗം ബസ് സ്റ്റോപ്പിൽ എത്താമെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നമ്മളിനി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അടൂർ സെൻട്രൽ എത്തിയേക്കാണ് ഗൈസ്. ഒരു 8:59 ആയിട്ടുണ്ട്. 9:05 കയറിയാൽ മതി. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇനി നമ്മളൊരു 12 മണിക്ക് ശേഷമേ നമ്മൾ കാണത്തുള്ളൂ. സത്യം പറഞ്ഞ ഓണത്തിൻ്റെതായ എന്തോരം തിരക്കാണ് ഇവിടെയൊക്കെ. ഓണം അങ്ങ് വന്നു അല്ലേ. ഈ തിരക്ക് കാണുമ്പോഴാണ് ഓണം വന്നു എന്ന് നമ്മൾ തന്നെ അറിയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. എങ്ങനെയൊക്കെ പോകണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. ഇവിടെ അടൂരോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് കടകളിലൊക്കെ ആണെങ്കിലും നല്ല തിരക്ക്. തുണിക്കടയൊക്കെ ആണെങ്കിൽ രാവിലെ തുറന്ന് പകുതി ഷട്ടറൊക്കെ ഇട്ടേക്കുന്ന ആൾ കൂടുതൽ കാരണം. ഇല്ലല്ലോ ഇപ്പൊ എവിടെ പോയി എന്ന് ചോദിച്ചിങ്ങനെ. അപ്പൊ ഞാൻ രാവിലെ ഇവിടുന്ന് പോയപ്പോൾ എന്റെ കോലം ഇപ്പോഴത്തെ കോലം കണ്ടില്ല. ഞാൻ വീട്ടിലോട്ട് വന്ന് കയറി കുറച്ചായതേ ഉള്ളൂ. 3:30 ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ. ഓക്കെ, രാവിലെ പോയിട്ട് 2-3 അടുത്ത ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ 3:30. 3:30 വന്നിട്ട് വീട്ടിലും പഠിപ്പിക്കാനുണ്ടായിരുന്നു. അവർ പോയിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് കയറിയതാണ്. കഴിഞ്ഞു. അവർക്ക് റിവിഷൻ ക്ലാസ്സും അതും ഇതുമൊക്കെയാണ് കഴിഞ്ഞിട്ട് അവരെ ഇപ്പോൾ വിടാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കണം ഗൈസ്. അല്ലേ എൻ്റെ എനർജി മൊത്തം പോയി. ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് വേഗം കുളിച്ച് റെഡിയാകണം. അമ്പലത്തിൽ പോകണം. ഇന്ന് വിനായക ചതുർത്ഥി അല്ലേ. അപ്പം അവിടെ ഗണപതി ഹോമമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വൈകിട്ട് നമുക്ക് 5 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. ഇനി 4:45 എന്തായാലും വൈകുന്നേരം എന്തായാലും ഈ ഒരു അവസ്ഥയൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ആദ്യം ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കട്ടെ. ഇഷ്ടംപോലെ പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. അതൊക്കെ അവിടെ ഇട്ടിട്ട് നമുക്ക് ചായ മാത്രം ഇട്ട് കുടിച്ചിട്ട് കുളിച്ച് റെഡിയാവാം അമ്പലത്തിൽ പോകാനായിട്ട്. ക്ഷീണിച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ആ ക്ഷീണമൊക്കെ മാറി. എൻ്റെ പൊന്നും എന്തൊരു ക്ഷീണമായിരുന്നു. പിന്നെ ക്ഷീണം വരാതിരിക്കുമല്ലേ, രാവിലെ തൊട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ റെഡിയായി. കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളിനി അമ്പലത്തിൽ ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. അമ്പലത്തിൽ പോകണം. 5 മണിക്കാണ് അത് തുടങ്ങുന്നത്. കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെയും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാരണം സമയം വൈകി. എന്തായാലും നമ്മൾ പക്ഷെ നല്ലതായിരിക്കും. വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന ഒരു നല്ല സന്തോഷമായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും പോയിട്ട്. പോകുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചത്. പൊട്ടൊന്നും തൊട്ടിട്ടില്ല ഗൈസ്, കാരണം എൻ്റെ പൊട്ട് തീർന്നു പോയി. അത് തീർന്നത് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പോൾ അടുത്ത ദിവസം കാണാൻ വാങ്ങാം. ഓക്കെ, നമുക്ക് എന്തായാലും പോകാം. നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് കൂടി കാണാല്ലേ. സന്ധ്യ ആയതിൻ്റെ ഞാൻ തോന്നില്ലേ. നമ്മൾ അമ്പലത്തിൽ വന്നു 5:45 ആയപ്പോഴത്തേനും. പക്ഷേങ്കിൽ 7:30 ആയിട്ടേ ഇത് തുടങ്ങത്തുള്ളൂ. 7:30 മീൻസ് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഇതാന്ന് പറയാം. വെട്ടമില്ലല്ലോ കുഞ്ഞ്, വെട്ടമില്ലല്ലോ.
പിന്നെ 500 പിന്നെ പോയിട്ട് ഞാൻ ഇന്നത്തെ ഇടയ്ക്ക് ബസ് കയറി കോട്ടയം എത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് വരണം. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. എന്തോരം ആളുകളുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഒന്ന് ഹായ് പറയാവോ? ഗൈസ്, നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സമയം കറക്റ്റ് 8 ആയിട്ടുണ്ട് ഇപ്പോൾ രാത്രിയിലെ. ഇന്ന് വിനായക ചതുർത്ഥിയുടെ സ്പെഷ്യൽ പൂജ ആയതുകൊണ്ട് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെന്നെ കൊണ്ടുവരാൻ വരും, കൂട്ടുകാരി. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. വേണ്ട, അതിൻ്റെ പ്രസാദമൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ വന്നു ഗൈസ്. പക്ഷെങ്കിൽ 8 മണി ആയതുകൊണ്ട് വടയൊക്കെ തീർന്നു. ഉഴുന്നുവടയും ചൂടുള്ള സാധനം എല്ലാം തീർന്നു. ഞാൻ കാണിച്ചു തരാം. എല്ലാം കാലിയായി ഗൈസ്. എല്ലാ സാധനവും തീർന്നു. ആകെ ഉണ്ടായിരുന്നു സുഖിയൻ മാത്രമാണ്. സുഖിയനെങ്കിൽ സുഖിയനെന്നും പറഞ്ഞ ചൂടൊക്കെ പോയി അല്ലേ, തണുത്തിരിക്കുക. ചായ തരണം. നമ്മൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 9:15 ആയിട്ടുണ്ട്. ഇനിയും ഫുഡ് കഴിക്കണം. നമ്മൾ ഇത്രയും താമസിക്കാൻ കാരണം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 8 നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് റാസ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ വഴി ഇങ്ങനെ പതുക്കെയാണ് വണ്ടിയെ വന്നത്. അങ്ങനെ വന്ന് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, ചോറ് കഴിക്കണം, ഉറങ്ങണം. അങ്ങനെ ഇന്നത്തെ കോലാഹലങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ കിടക്കാൻ പോവാണ്. കുറച്ചുകൂടെ നേരത്തെ കിടക്കാമായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയം, കുറച്ച് ജോലിയൊന്നും ഇന്ന് ചെയ്തിട്ടുമില്ല പൂർണ്ണമായിട്ട്. നേരെ കിടക്കാമെന്ന് വെച്ചു. നാളെ ബാക്കിയൊക്കെ ചെയ്യാമെന്ന് കരുതി. എല്ലാ ദിവസവും നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റേ പറ്റൂ. നാളെ സൺഡേ ആണ്. നാളെ നമ്മുടെ കഥകളിയുടെ ദിവസമാണ്. കഥകളിയുടെ കൂടുതൽ അപ്ഡേഷനൊന്നും ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് തരാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബേസൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. മുദ്രകൾ പഠിപ്പിച്ചു, ഫേസ് എക്സ്പ്രഷൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴങ്ങിയൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം അത് കാണിക്കത്തക്ക രീതിയിൽ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. മാത്രമല്ല, കുറച്ചുകൂടെ പഠിച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആകാതെ കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് 1-2 കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഫോട്ടോസിലൂടെ ഒക്കെ ഇടുന്നുണ്ട്. അതല്ലാണ്ട് അതാണ് അതിൻ്റെ അപ്ഡേഷനൊന്നും ഇല്ലാത്തത്. പിന്നെ മാത്രമല്ല, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുത്തു തരാൻ പ്രത്യേകിച്ച് ആരും അവിടെ ഇല്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പം അത് കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പം അതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളിലോട്ട് എത്തും. പിന്നെന്താണ്, നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും. ഇടയ്ക്ക് വീഡിയോസ് ഒന്ന് ഡൗൺ ആവും. കാരണം ഇങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ വരുമ്പോൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള തിരക്ക് വരുന്ന സമയത്തൊക്കെ. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസത്തേക്ക് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഓണം വരുന്നുണ്ട്. ഓണത്തിന്റെ ഒരു പണിയായിട്ടില്ല. എന്തോ എന്താണെങ്കിലും നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ആദ്യമായിട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.